2029 പുതിയ പകർച്ചവ്യാധി വരും. നിങ്ങളുടെ വിലയേറിയ ചിന്ത വിശുദ്ധ ബൈബിളിലേക്ക് എല്ലാവരും ബൈബിൾ തുറക്കാം. വളരെ ശ്രദ്ധയുണ്ട്. വളരെ അല്പം വേഗത കുറച്ച് തന്നെ പോകാം. ഇട സമയത്ത് അല്പം വേഗം കൂടിയാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പിന്നെയും കാണാം. 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 ഭാഗങ്ങൾ. പുതിയ നിയമത്തിൽ 1 സുവിശേഷത്തിൻ്റെ തലം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ 5 ആളത്വങ്ങൾ സുവിശേഷത്തിൽ കൂടി പരിശുദ്ധാത്മാവ് വരച്ച് കാട്ടുന്നു. 1 മശിഹാത്ത്, 2 മനുഷ്യത്വം, 3 ദാസത്വം, 4 ദൈവത്വം. 5 ഭാഗങ്ങളാ സുവിശേഷത്തിൻ്റെ പ്രസക്തി. 1 നാഥൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 5-ാമത്തെ കാര്യം പെന്തിക്കോസുകാർ പറയാറില്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. ഇതാ സുവിശേഷത്തിൻ്റെ പ്രസക്തി. ശ്രദ്ധയോടെ തിരുക്കരങ്ങളിൽ വചനവുമായി അപ്പോസ്തല പ്രവർത്തികൾ, സഭയുടെ ചരിത്രം ലൂക്കോസ് വൈദ്യനാൽ രേഖപ്പെടുത്തി. 3 തിരുസഭ ആചരിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ ലേഖന്മാരിൽ കൂടി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തു. റോമയും കോരിന്തി, തെസ്സലോനിക്കയും, തിമോഥെയോസും, എബ്രായരും, എഫേസ്യ ലേഖനങ്ങളെല്ലാം വലിയ ലേഖനങ്ങൾ. അതിനകത്ത് കാൽപ്പനികമായി രേഖപ്പെടുത്തിയത് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യതയെ പറ്റി അതിനകത്ത്. അത് കഴിഞ്ഞ് ഉലകത്തിന് എന്ത് സംഭവിക്കും, ദൈവസഭയുടെ ഉൽപ്രാവണവും പരിശുദ്ധാത്മ ശക്തിയിൽ കാക്കപ്പെടാത്ത ദൈവജനത്തിന് വരുന്ന ശിക്ഷാവിധികളുടെ ചെറിയ ലേഖനങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്തുന്നു. ആ ലേഖനങ്ങളുടെ പ്രത്യേകതയാ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസും ഫിലോമോനും, യാക്കോബും, യൂദ. അവസാനം ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു ദൈവസഭയ്ക്ക് വേണ്ടി. ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് ലൈവ് നോക്കിയാൽ വന്നുടനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് താൻ മേടക്കുള്ളിൽ പാടിയത്, പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. താഴേക്ക് വരുമ്പോൾ സകല മക്കളെ ന്യായം വിധിക്കുവാൻ വെള്ള സിംഹാസനത്തിന് മുമ്പേ നാം വെളിപ്പെടേണ്ടതാകുന്നു. നാം ചെയ്യതാകിലും നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ. അത് പറഞ്ഞപ്പോൾ പെന്തിക്കോസുകാർക്കും സന്തോഷമില്ല, CSIക്കാർക്കും സന്തോഷമില്ല. എല്ലാവരെയും കൂട്ടിനകത്ത് കയറ്റും. രാത്രി വചനം പ്രസംഗിച്ച് മുട്ടൻ കവർ മേടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ആദ്യം കൂട്ടിനകത്ത് കയറ്റും. 2 തലമൈ ബോധകർ, പ്രസ്ഥാനത്തിൽ തലമൈ ബോധകർ എല്ലാം കയറ്റും. 3 സെൻറ്റർ ചുമതലുള്ള അരുമയാന വേലക്കാരെ എല്ലാം കയറ്റും. 4 ചെറിയ ഊളിയക്കാരെയും കയറ്റും. 5 വിശ്വാസികളെ കയറ്റും. ടോക്കൺ 5-ാമതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്വത്രം മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ, കോവിഡ് മാറി ഒന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേ 2025 HMV, തൊട്ടടുത്ത് നെയ്യാറ്റിങ്കര അമീബ മസ്തിഷ്ക ജ്വരം, കോഴിക്കോട് വെസ്റ്റ്നൈൽ പനി, പല രാജ്യങ്ങളിലും വ്യത്യസ്തമായ പനികളും പകർച്ചവ്യാധികളും കയറുന്നു. അതിൻ്റെ ഇടയ്ക്ക് പള്ളികൾക്കാർ അറിയേണ്ട ഒരു വാർത്ത, ഈ കോവിഡിൻ്റെ 10ാം വാർഷികം വരുന്നത് 2029. 2019 ഒക്ടോബറിലായി കോവിഡ് ഇറങ്ങിയത്. 2029 പുതിയ പകർച്ചവ്യാധി വരുമെന്ന് അമേരിക്കയുടെ മൈക്രോസെപ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ് പറഞ്ഞു. അപ്പം കലി ഇളകിയ ട്രംപ് പറഞ്ഞു, ഇന്ത്യ എൻ്റെ കാശില്ല ചായ കുടിക്കാൻ, തമിഴ്നാട് ഭാഷ പറഞ്ഞ ടീ മേടിക്കാനേ കാശക്കടയാതെ. അതുകൊണ്ട് ട്രംപ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒറ്റ ചാട്ടം അതിൽ ചാടിയോല്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് മോഡി സാറും പറഞ്ഞ് എൻ്റെയിലും പൈസയില്ല, അങ്ങനെയെങ്കിൽ ഇനി ഇവിടെ ഒരു മഹാവ്യാധി വന്നാൽ സൂചിയും കിട്ടത്തില്ല, കോവിഡിൻ്റെ വാക്സിനും കിട്ടത്തില്ല, ഒന്നും കിട്ടാതെ WHO-ൽ നിന്ന് എല്ലാവരും മതിൽ ചാടുന്ന കാഴ്ച. അതൊക്കെ കണ്ടിട്ടാണ് യൂത പറഞ്ഞത്, വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചേക നാഥൻ സത്യദൈവം കളങ്കമറ്റേ ആനന്ദപൂർണ്ണതയോടെ നിത്യതയിലെത്തിക്കുന്ന നാഥൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്ന പാറശാല പള്ളികൾ കൊടവിളാകും ദൈവ കുഞ്ഞുങ്ങൾ സ്വർഗമുഖത്തേക്ക് അൻപാണ് ആണ്ടവരും വല്ലമ്മ ഏറ്റെടുത്ത് രാവും പകലും ഇങ്ങനെ പ്രാർത്ഥിക്കും, ആമേൻ കർത്താവായ യേശുവേ വരേണമേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഊഴിയം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന അരുമയാണ് ദേവൻ പിള്ളകൾ ആലയത്തിൽ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി വായിച്ചത് വെളിപ്പാട്. വളരെ ആധികാരികമായ ചിന്തകളിലേക്ക്, ലോസ് ആഞ്ചലസിലേക്കാണ് നമ്മൾ പോകുന്നത്, അമേരിക്കയിലേക്ക്. വളരെ ആധികാരികമായ ചിന്തകൾ ഇന്ന് രാത്രി കാന്തൻ്റെ വരവിനോടുള്ളത്. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. വിശാലമായി നാളെയും മറ്റന്നാളും നമുക്ക് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണം. അതിനുശേഷം ലോകത്തിൻ്റെ ശിക്ഷാവിധികൾ പെടപെട ദൈവഭക്തന്മാരുടെ മേൽക്ക് ഭരണകൂടങ്ങളുടെ ഉന്നതംഗ ശൃംഗത്തിൽ വിരാജിച്ച ചക്രവർത്തിമാർ, ഏരുദോമിൻ്റെ ഗവർണറായി ഹേരോദാവ്, റോമിൻ്റെ ഗവർണറായി പീലാത്തോസ്, കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ റോമാഭരണം എത്തിയത് ആരുടെ കൈകളിലേക്ക്? വെസ്പേഷ്യൻ നീറോ എന്ന് പറയുന്ന
നീറോ റോമാ നഗരം ചുട്ടരിച്ചു. യെരൂശലേമിൻ്റെ ദൈവാലയം തകർത്ത ടൈറ്റസ് ലൗദിയോസും ക്ലൗഡിയോസും 90 കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ വരുന്ന കാലഘട്ടത്തിൽ ശിക്ഷാവിധിയുടെ പരിപൂർണത. പ്രത്യേകത AD 37 പലരും പറയുന്ന ബൈബിൾ എടുക്കുന്നവർക്ക് വീടും കാറും എല്ലാം വരുവാന്ന സ്വോത്രം. AD 37 ഒന്നാമത്തെ ഭക്തനായ ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു സ്തേഫാനോസ്. എവിടേക്കെയോ പരിശോകത്തിന് കന്നുമാമൂടോ കാരകോണോ ഒക്കെ പരിശോകത്തിന് ഇങ്ങനെ ട്രാക്ടറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായി നല്ലൊരു പുള്ളിക്കാരനുണ്ട്, ഷൗൽ കപ്പൽ മുതലാളിയുടെ മകൻ. കീശയിൽ കാശുമായിട്ട് നടക്കുന്നവർ, നാട്ടുകാരെയെല്ലാം കൊല്ലുവാൻ AK-47 നടക്കുന്നവർ. പാവപ്പെട്ട സ്തേഫാനോസിനെ നല്ല ഉരുള മെറ്റൽ കല്ലുകളുടെ പടപടായി എറിഞ്ഞു. നാടൻ ഭാഷ പറഞ്ഞാൽ കാരക്കോണത്ത് ട്രാക്ടർ കൊടുത്തുകൊണ്ടുന്ന ആ പ്രിയപ്പെട്ട ഭക്തൻ കുഴഞ്ഞു വീണപ്പോൾ വിചാരിച്ചു ഇനി വെള്ളം ആരും തരത്തില്ല, ഞാനിവിടുന്ന് പോകാൻ പോകും. അന്നേരം സ്വർഗം തുറന്നെന്നാണ് വിശുദ്ധ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്തേഫാനോസിനോട് സ്വർഗം പറഞ്ഞ കല്ലേർ അവിടെ കിട്ടിയാലും നിനക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കൂടാരമായ ബൊമ്മഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്ക് മധ്യാകാശത്തിലുണ്ട്. അവിടെ എത്ര ഇടി കിട്ടിയാലും അടി കിട്ടിയാലും നിനക്ക് മുകളിൽ വന്നാൽ വിശ്രമസ്ഥലമുണ്ട്. അങ്ങനെ സ്തേഫാനോസിനെ കാലപുരിക്കയച്ച് സന്തോഷവുമായി അവൻ യാത്രയാകുന്നു. സിറിയയുടെ തലസ്ഥാനം ഡമസ്കോസിൻ്റെ നല്ലൊരു സ്ഥലമാണ് ഡമാസ്കസ്. അവിടെ പട്ടാപ്പകൽ കൂട്ടുകാരെല്ലാം കൂട്ടി യാത്രയാകുന്ന പാറശാല കളിക്കാനുള്ള റോഡ് പോലെ. അടുത്ത ഒരുത്തനെ ടാർഗറ്റ് ചെയ്ത് അനന്യാസുപദേശിയെ കൊല്ലുവാൻ കുതിരയ്ക്കകത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം കർണപടങ്ങളിൽ ആരുടെ ചെവിയിലിറങ്ങി? പൗലോസിൻ്റെ ചെവിയിലേക്ക് ഇറങ്ങി. പൗലോസിനോട് ചോദിച്ചു, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് ആരാകുന്നു? കർത്താവ്. അപ്പോൾ പറഞ്ഞു, ഞാൻ സർവശക്തനായ യഹോവ. എവിടേക്ക് പോകുന്നതെന്നൊന്ന് ചോദിച്ചില്ല. അതിന് മുമ്പിട്ട് തന്നെ അവൻ്റെ മേൽ ടോർച്ച് വീണ് ദാ കിടക്കുന്ന ദിം ധരിക്കേണ്ടതോ. കീശെ കാശുണ്ടെങ്കിലും, കയ്യിൽ പോലീസുകാരുണ്ടെങ്കിലും, കാവൽത്തുറ അധികാരികളുണ്ടെങ്കിലും, AK-47 ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ഒരടി കിട്ടിയാൽ പളുകൾ ഏതച്ചായന് താഴെ വീഴും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമില്ലല്ലോ. കർത്താവിൻ്റെ അടിയുടെ കാര്യം പറയുമ്പോൾ പെന്തിക്കോസുകാർക്ക് ഭയങ്കര സന്തോഷമില്ല. ആശീർവാദത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. സ്വോത്രം. കർത്താവിൻ്റെ കയ്യിൽ അടി ഉണ്ട്, അത് പുറകെ പറയാം. അങ്ങനെയെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ഇന്നത്തെ പള്ളികളിൽ നമ്മുടെ സഹോദരനാന്നേ പറഞ്ഞാൽ നമ്മൾക്ക് തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രി കൊണ്ടുപോവാ, അല്ലെങ്കിൽ കരമന ആരാധന കൊണ്ടുപോകുക. ശൗല് നല്ല ബുദ്ധിയുള്ളവനായിരുന്നു. അവന് പിടികിട്ടി അവിടെയൊക്കെ കൊണ്ടുപോയി വെറുതെ പൈസ അടിച്ച് ലേസർ അടിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വോത്രം. ഇത് കർത്താവിൻ്റെ അടി കിട്ടിയതാ. ഇനി കർത്താവ് കാര്യമുള്ള ആൾക്കാരോട് പറഞ്ഞ് നമ്മുടെ ഒരു പള്ളിപ്പുരയുണ്ട് നേർവീതി തർശോഷകാരനായ യൂത എന്ന് പറയുന്ന ഒരു ഉപദേശം ഒരു പള്ളിപ്പുര നടത്തുന്നുണ്ട്. എന്നെ 108 ആംബുലൻസ് അവിടെ കൊണ്ടിട്ടേക്കാം. സ്വോത്രം. നേരെ പള്ളിപ്പുരയുടെ അവിടെ ചെന്നൊരു പായ എടുത്തിട്ട് മുറ്റത്ത് കരച്ചിൽ തുടങ്ങി. സ്വോത്രം. ഇവിടെ പാസ്റ്ററിക്ക് കട്ടൻ ചായ ഒന്നുമില്ല, എല്ലാവരും കട്ടൻ ചായ കൊടുത്ത് 2 ദിവസം കൊണ്ട് കരച്ചിലായപ്പോൾ അന്നത്തെ കാലത്ത് വാട്സപ്പില്ലേലും അങ്ങ് പറയുക. അന്നത്തെ വാട്സപ്പ് അനന്യാസിനോട് പറഞ്ഞു, എടാ കുഞ്ഞാവ എന്തായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് ദേവി ഇതവനെ പ്രാർത്ഥിച്ച കണ്ണിലെ ചെതുമ്പലൊക്കെ മാറ്റി കൊടുക്കണം. അനന്യാസ് വാട്സപ്പിൽ കൂടെ സ്വർഗത്തോട് സംസാരിച്ച്, കർത്താവെ 6 മാസമെങ്കിലും അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. സന്തോഷമില്ലല്ലോ. പാറശാലയിലും നമ്മുടെ ചെങ്കമ്പിളയൊക്കെ വെച്ച കൺവെൻഷൻ്റെ പോസ്റ്ററെല്ലാം അവൻ രാത്രി അടിച്ചുകൊണ്ട് പോയി അതിനകത്തെ പട്ടികളെല്ലാം വീട്ടുമുറ്റത്ത് വെച്ച് തീയിട്ട് വെള്ളവും ചൂടാക്കി കുളിച്ചവനാ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അത് കഴിഞ്ഞ് നമ്മുടെ കൺവെൻഷൻ്റെ ആ ഫ്ലക്സൊക്കെ വെച്ചിരിക്കുന്നതിനെല്ലാം കരിയായാലും ഒക്കെ അടിച്ചതാ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗം പറഞ്ഞു, നീ മിണ്ടണ്ട, പടപടാ MIT സ്കൂട്ടറുമായിട്ട് പൊക്കോളാം. ആരെ MIT സ്കൂട്ടർ എടുത്ത്? അനന്യാസ് MIT സ്കൂട്ടർ എടുത്ത് നേരെ ചെല്ലുക. ഇപ്പം നല്ല ബെന്യാമിൻ ഗോത്രക്കാരൻ കപ്പൽ മുതലാളിയുടെ മകൻ കീശ കാശുണ്ടായിരുന്നവൻ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ നാം മുട്ടുമടക്കി കരയുക. അവനെ കണ്ട ഉടനെ അനന്യാസ് ഒരു വിളിച്ചു. ആ വിളിയ മക്കളെ ദൈവത്തിൻ്റെ അനുഗ്രഹം. അനന്യാസ് വിളിച്ച ശൗലേ സഹോദര. നിങ്ങൾ ആരെങ്കിലും വിളിക്കുമോ? 48 മണിക്കൂർ മുമ്പ് വടിവാളും കത്തിയായിട്ട് വന്നവനെ വിളിക്കുക ശൗലേ സഹോദര. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ തന്നെ അവൻ്റെ പകുതി കാഴ്ച ലഭിച്ചു കാണും. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ഉടനെ ശൗലേ സഹോദര. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. പള്ളികളിലൂടെ ഇന്ന് രാത്രി ഞങ്ങളുടെ വിശുദ്ധ ബൈബിൾ പറയുന്നു, എതിർക്കുന്നവനെ പോലെ സ്നേഹിച്ച് മാറോട് ചേർത്തണയ്ക്കുന്നതാ ഇന്ന് രാത്രി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ കാണിച്ച നിത്യസ്നേഹം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ തന്നെ അവന് പകുതി കാഴ്ച കിട്ടിയല്ലോ. ശൗലേ സഹോദര എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് പകുതി കാഴ്ച കിട്ടി കാണും. നമ്മൾ ഈ രോഗികളെ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളെപ്പോലുള്ള വിശ്വാസികളെ വിട്ടിരിക്കുക. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ഏതെങ്കിലും അപ്പച്ച സുഖമില്ലാതെ നടക്കുമ്പോൾ ഉടനെ ചെന്ന് 2 അപ്പച്ചന്മാർ മരിച്ച കഥ പറയും. പിന്നെ ശവപ്പെട്ടി മേടിച്ചുകൊണ്ടാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ്റെ അടുത്ത് 2 പേര് വിടുതൽ പ്രാപിച്ച സാക്ഷ്യം പറയണം. സഹോദരിമാർ കുഞ്ഞമാമയും ചിന്നമാമയും കൂടെ രോഗികൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവിടെ ചൊല്ലും. ക്യാൻസർ രോഗമുള്ളൊരു ചേച്ചിയുടെ അടുത്ത് ചെന്ന്, നിർമ്മല ചേച്ചിയുടെ അടുത്ത് 3 ക്യാൻസർ രോഗികൾ പാറശാല മരിച്ച കഥ പറയും.
പിന്നെ ചിന്നമാമയുടെ കാര്യം തീർന്നു. സ്വോത്രം. അതല്ല പറയേണ്ടത്. 2-3 പേരെ വിടുവെച്ച് അത്ഭുത സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് പകുതി ആശ്വാസമാകും. അത് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. വിളി കേട്ടപ്പോൾ തന്നെ പകുതി സന്തോഷമായി. അനന്യാസിൻ്റെ തലയിൽ കൈവച്ചു. തലയിൽ കൈവച്ചപ്പോൾ അവൻ്റെ തലയിൽ നിന്ന്, അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാറി കാഴ്ച കിട്ടി. ഇന്നെങ്ങാനും നമ്മുടെ ജോസ് വാസ് വിട്ടിരിക്കുന്നു, ബിജുമോൻ വാസ് വിട്ടിരിക്കുന്നു. പാറശാലയെങ്ങാനും കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ 2-3 ചാനലുകാർ കൂടെ നിൽക്കും. അയ്യോ ഞങ്ങളുടെ ഊഴിയക്കാരൻ്റെ അത്ഭുതത്തെ ചെയ്യരുത്. പിന്നെ ഒരു പാട്ട്, അതിശയങ്ങൾ ചെയ്യരുത്. അതൊന്നുമല്ല. കാഴ്ച കിട്ടിയവൻ ഉപദേശിയടുത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഉപദേശി എന്ത് ചെയ്യണം? ഉപദേശി പറഞ്ഞു, നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രക്ഷിക്കപ്പെട്ട നീ എന്തോ ചെയ്യണം? പിന്നെ പാറശാല കറങ്ങരുത്. നീ അനുദപിച്ച് ദൈവസന്നിധി നിലവിളിക്കണം. അനുദപിച്ച് നിലവിളിക്കുന്ന നീ എന്ത് ചെയ്യണം? നിന്റെ കൂട്ടുകെട്ടുകൾ മാറ്റണം. അതിൻ്റെ പേര് മാനസാന്തരം. പകയും പിണക്കവും കള്ളും കഞ്ചാവും മയക്കുമരുന്നെല്ലാം മാറ്റണം. പിന്നെ 4-മത്തെ കാര്യം, പറ്റുമെങ്കിൽ തൃപ്പരപ്പിൽ പോയി ഇന്ന് തന്നെ പോകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. മനസ്സിലാകുന്നവർക്കായി സ്നാനപ്പെട്ട നീ പിന്നെ കളിക്കാവിളയും അത് കഴിഞ്ഞ് കൂടിത്തറയും മാർത്താണ്ടത്തെ കറങ്ങരുത്. ദൈവസഭയിൽ വന്ന് മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. കർത്താവിൻ്റെ പരമ്പര പ്രാർത്ഥനാ ജീവിതം നയിക്കണം. നിന്നെ ചേർക്കാനാ കർത്താവ് വരുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇതാണ് പൗലോസിൻ്റെ കണ്ണപുടത്തിനകത്ത് അനന്യാസ് ഉപദേശി പറഞ്ഞത്. മേൽക്കുമേൽ അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. ദൈവമക്കളെ, ഈ പൗലോസിൻ്റെ അന്ത്യം ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. അവനെ യുദ്ധ കുറ്റവാളിയായി കിടക്കുക. ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത്, ഓസ്ട്രേലിയ ഒരു കാരാഗ്രഹത്തിനകത്ത് ഗ്രില്ലിനകത്ത് കിടക്കുക. അവന് 2 പ്രിയ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒന്ന് തിമത്തിയോസും മറ്റവൻ ഒനോമയോസും. ഒരുത്തൻ അവിടെ പോയിരിക്കുക, ഒരുത്തൻ പടുതാലുമൂടിൽ ട്രാക്ടർ കൊടുക്കാൻ പോയിരിക്കുക, മറ്റവൻ ഊരമ്പിൽ പരിശോധത്തിൽ പോയിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ ദിനങ്ങൾ കഴിഞ്ഞാൽ മടങ്ങി വരുന്നു. ഒരു ശനിയാഴ്ച വൈകിട്ട് പടയാളികൾ വന്നിട്ട് ഗ്രില്ലിൻ്റെ അകത്ത് കൂടി പൗലോസിനോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞു, നാളെ പകൽ താങ്കളെ എവിടെ കൊണ്ടുവരിക? ഓസ്ട്രേലിയയുടെ ചന്തയിൽ കൊണ്ടുവരും. അവിടെ കൊണ്ടുവന്ന് പച്ചയ്ക്ക് കഴുത്തറുത്ത് മാറ്റും. ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കഴിഞ്ഞ് കുറ്റം ചെയ്യുന്നവൻ്റെ കൈയും കാലും വെട്ടുന്നത് പോലെ താങ്കളുടെ കൈവിട്ട്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചു മാറ്റും. പൗലോസിന് ഉള്ളിനകത്തൊരു വേദന, മരണത്തിൻ്റെ വേദനയല്ല. ഈ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ പടന്താലമൂടിൽ നിന്ന് ഊരമ്പെന്നൊക്കെ ട്രാക്ട് കൊടുത്തിട്ട് മടങ്ങി വരുമ്പോൾ ഗ്രില്ലിൻ്റെ അവിടെ ഒരു പടയാളിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ കാണാൻ വരുമ്പോൾ എന്നെ കാണത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് വിലപിക്കും. അന്നത്തെ കാലത്ത് എഴുത്തും കുത്തും മെയിൽ ഐ ഡി ഒന്നുമില്ല. അന്നുള്ളത് ചിരട്ടയ്ക്കകത്ത് വെള്ളമാ ജയിലിനകത്തുള്ളത്. എവിടുന്ന് ഒരു കരിക്കട്ട കിട്ടിയ അമ്മച്ചി അതെടുത്താൽ പൗലോസ് ഭിത്തിക്കകത്ത് ഒരു വാക്കെഴുതി. പൗലോസ് എഴുതിയതായി ഈ കുഞ്ഞുങ്ങൾ തിമത്തിയോസും ഒനോമയോസൊക്കെ മടങ്ങി വരുമ്പോൾ വായിക്കുവാൻ. അതാ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി തിമത്തിയോസിന് എഴുതിയിരിക്കുന്നു. ഞാൻ നല്ല പോരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മക്കളെ, മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടില്ലേ? ഭാരപ്പെടേണ്ട. നമുക്കേവർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ നീതിയുടെ കിരീടവുമായി വരുവാനുള്ളവൻ വരും. ഭക്തന്റെ പ്രത്യാശ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയ്ക്കകത്ത് പടപട കൊടപിളകത്തുനിന്ന് മില്ലിനകത്ത് വാളുകൊണ്ട് തലയിറക്കുന്നത് പോലെ പൗലോസിന്റെ തലയിറത്ത് രക്തം തെറിക്കുമ്പോൾ ജോസീഫസ് എഴുതി വെച്ചിരിക്കുന്നവന്റെ തല വീണ് പോയപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അവന്റെ നാവ് ചലിച്ചു, ഞാൻ നല്ല പോരുത്, ഓട്ടം തികച്ചു. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, യാക്കോബ് അപ്പോസ്തലന്റെ തല വെട്ടിമാറ്റി പത്രോസിലേക്ക് ക്രൂശിക്കാൻ വിധിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ നാഥന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ തലകീഴായി ക്രൂശിച്ചു. ഇന്ത്യയുടെ മണ്ണിലേക്ക് സുവിശേഷത്തിന്റെ രണപ്പോരുമായി വന്നിറങ്ങിയ ദൈത്യമായ വചനം വിത്തുകൾ വാരി വിതറിയ തോമസ് അപ്പോസ്തലൻ AD 72 മൈലാപ്പൂരിൽ വെച്ച് വധിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിനകത്ത് AD 64 ഒരുവൻ യാത്ര, അവന്റെ പേര് വയോധികനായ യോവാൻ അപ്പോസ്തലൻ. അദ്ദേഹം പോയത് എവിടെ? തുർക്കിയിലെ ഏഷ്യ മൈനർ. അവിടെ ആസിയയിലെ 7 സഭകളുണ്ടാക്കി. എഫെസോസും ലവോദിക്കയും സ്വർണ്ണയും തുതയൂരും പെർഗമോസും സർദീസും ഫിലാഡൽഫിയ സഭ സെൻട്രലിന്റെ ചുമതലയുള്ള അരുമയാന ബോധകരായി വയോധികനായി 90 വയസ്സ് പ്രായമെത്തുമ്പോൾ ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി ഒരു കൽപ്പന കൊടുത്തു. വയോധികനായ യോഹന്നാനെ പിടിക്കണം, അവന്റെ കൈകാലുകൾ ബന്ധിക്കണം, കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കയറി കൊല്ലണം. ഇതായിരുന്നു കൽപ്പന. പാശ്ചാത്യ പൗരസ്ത്യ റോമന്റെ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രിയനായ ഡൊമീഷ്യന്റെ ചക്രവർത്തിയുടെ കൽപ്പന. പ്രഭാതത്തിൽ ഇതുപോലൊരു പള്ളി, അതുപോലെ ഈ പള്ളിയുടെ മുറ്റത്ത് രാവിലെ വചനം വായിച്ചു കൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഏടുകൾ തോറയും തനാക്കുമെല്ലാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോമന്റെ പുറത്തുള്ള ചരിത്രം വായിക്കുമ്പോൾ 8, 5, 6 കുതിരകൾ, 12 പടയാളികൾ വയോധികനായ അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്ന്. അപ്പച്ചൻ ഞെട്ടിപ്പോയി. സഭയിൽ ആരുമേ ഇല്ല, കമ്മിറ്റിക്കാരില്ല, ബോധകരില്ല, ആരുമേ ഇല്ല, കുളന്തകൾ മറ്റുമേ ഇല്ലാതിരിക്കുന്നത്. അവനോട് പേശിയ ഒരു കാര്യമുണ്ട്. വയോധികനായ അപ്പച്ച, താങ്കളെ കൊണ്ടുപോകാൻ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊള്ളുവാനുള്ള കൽപ്പന. മകനെ, മകളെ, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ കൈവിറയ്ക്കുന്ന അപ്പച്ചനെ കൽപ്പന ഏറ്റെടുത്തു.
കുതിരകൾക്കകത്ത് അപ്പച്ചനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ച് 6 മണിയാ റൂമിൻ്റെ സമയം. കാരാഗ്രഹത്തിനകത്ത് സൈറൺ 6 ആയപ്പോൾ കഴുത്തു മുതൽ അടിവേർ വരെ വാളുകൊണ്ട് കീറിക്കൊള്ളുന്നതിന് മുമ്പിട്ട് ഈ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് മുഖം മറയ്ക്കുന്ന മുഖം മറച്ചു, കൈകാലുകൾ ബന്ധിച്ച് ഓടാതിരിക്കുവാൻ വേണ്ടി. ഇവിടെ തൊട്ടടുത്ത SP ഉണ്ടല്ലോ, അവർക്കെല്ലാം അറിയാം. ഒരുപക്ഷെ നെയ്യൂർ ആശുപത്രിക്കും അറിയാം, ഒരുപക്ഷെ മൂകാംബികയ്ക്കും അറിയാം, ഗ്രേസിനും അറിയാം. എന്താ ക്യാൻസറിന് റേഡിയോതെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് കഴുത്ത് മുതൽ ഇങ്ങോട്ട് താഴെ വരെ ഒരു മാർക്ക് ചെയ്യുന്നല്ലോ മാർക്ക് ചെയ്തു. ഉപദേശി അവിടെ കിടന്ന് 7 മണിക്ക് 2 സൈറൺ മുഴങ്ങുമ്പോൾ ഒരു പടയാളി ശ്രദ്ധയോടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം 186 മുള്ളുള്ള കിരീടം 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. പെരിട്ടോണിയസിന്റെ ചാട്ടവാറിനകത്ത് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ അവന്റെ ശരീരം വിണ്ടുകീറി വിരൂപമാക്കപ്പെട്ട ശരീരം. അത് തകർത്ത പടയാളിയുടെ പേര് റോമിന്റെ ചരിത്രം പെരിട്ടോണിയസ്. അവന്റെ കസിനായ ഒരുവന ഈ കാരാഗ്രഹത്തിനകത്ത് കുറ്റവാളികളെ പോലെ ഭക്തന്മാരുടെ ന്യായവിധി. അവൻ 7 മണിക്ക് വന്ന് വാളുമായിട്ട് വന്നു. എന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്രം. ഇവന്റെ ശരീരത്തിനകത്ത് പെരിയ കീറാൻ തുടങ്ങി. വയോധികന്റെ ശരീരം കീറുമ്പോൾ രക്തം വന്നില്ല, ശരീരം ഒട്ടിപ്പിടിക്കുന്നു. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ആയുധം കൊത്തി ഇറക്കിയ പടയാളി അതെടുത്ത് വലിച്ചിട്ട് വരഞ്ഞിട്ട് പറഞ്ഞ് ഈ മകനെ ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഈ വയോധികന്റെ കെട്ടഴിച്ചു വിട്ടേര്. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, മകനെ മകളെ സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും, സമ്മർദ്ദം നിനക്കെതിരായിരിക്കും, കാലുകളിലും കൈകളിനകത്ത് കെട്ടുകൾ വരും, എന്നാൽ എന്തുകൊണ്ട് നീ മരിക്കുന്നില്ല? ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഏത് ആശുപത്രി കടക്കെ കിടന്നാലും അതിന്റെ നടുവിൽ നിന്ന് അവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവം ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ കാരാഗ്രഹത്തിനകത്ത് കിടന്നാലും, നീ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടന്നാലും, നീ ICUവിനകത്ത് കിടന്നാലും നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൽ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല ബ്രദർ നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാരി, ഇന്ന് രാത്രി നിന്റെ സാധാരണ ദൈവമല്ല നിന്റെ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്. നിന്റെ അമ്മ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്റെ കണ്ണുകൾ. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനം ഏറ്റെടുക്കുന്നവർക്ക് അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ചിരിക്കുന്ന ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എന്റെ തലയിലെ ഒരു മുടിനാര് പോലെ താഴെ വീഴുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ശന്തരാധിക ജാന ബൗഡാരവ ശംദുരെ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലകളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ മാവ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോ സഹോദരി വിളിച്ചു പറ, ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളോട് ഡോക്ടേഴ്സ് പറയൂ അമ്മയ്ക്ക് വേണ്ടി ശവപ്പെട്ടി ഒരുക്കുക. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടത്തിലെ മുതലാവത് നൽസെയ്തി കൂട്ടങ്ങളുടെ ഇറവ ആണ്ടവരൻ വല്ലമായി പറയണ, ക്യാൻസർ അല്ല വലത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി എന്നെ തൊടുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പച്ചി ഇവിടുത്തെ നിമിഷകാര് പറയും, രഹസ്യമായിട്ട് ഇനി ഒരു അറ്റാക്കോടെ വന്നാൽ നിന്റെ പപ്പാശമി തരില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആര് കരമുയർത്ത് ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ഈ രാത്രി പന്തലകത്ത് പറയാൻ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല, വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. അമ്മച്ചി കരം ഉയർത്തിയാട്ടെ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ അപ്പച്ച കരം ഉയർത്തിയാട്ടെ. ഞാൻ ഉപവസിച്ചത്, ഞാൻ നിലവിളിച്ചത്, രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ബൈബിളിനകത്ത് കുറിച്ച മറുപടി എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ ഏത് രോഗം എന്നെ സൈക്ക് ചെയ്താലും അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ കരം എന്നെ വഴി നടത്ത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു.